ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും വളരെയധികം നന്ദി. ഇനിയും ഇതുപോലെ തന്നെ ചാനലിൽ എൻ്റെ വീഡിയോസ് എല്ലാം കാണണം. പിന്നെ ഞാൻ പുതുതായിട്ട് തുടങ്ങിയ എൻ്റെ വെബ്സൈറ്റും എല്ലാവരും കാണണം. എല്ലാ റെസിപ്പിയെക്കുറിച്ചും ഇനി ഞാൻ ഒരുപാട് എഴുതുന്നുണ്ട്, ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കമൻസ് ഇടണം. നിങ്ങളുടെ എൻകറേജ്മെൻ്റാണ് ഒരു വലിയ സപ്പോർട്ടാണ്. ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു എഗ് പഫ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ പാമ്പാസിൻ്റെ ലൈറ്റ് പഫ് പേസ്ട്രി ഷീറ്റ്സാണ് ഉപയോഗിക്കുന്നത്. ഒരു 8 പഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അതിന് 4 മുട്ട എടുത്തിട്ടുണ്ട്, ഒരു വലിയ സൈസ് സവാള, 2 പച്ചമുളക്, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി. വേണമെങ്കിൽ ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ടൊമാറ്റോ കാണിച്ചിട്ടില്ല, എന്നാലും അത് വേവിക്കുമ്പോഴത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് മുട്ട വേവിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക, 4 മുട്ട വയ്ക്കുക, എന്നിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്താലുള്ള ഗുണമെന്ന് വെച്ചാൽ മുട്ട പൊട്ടിപ്പോവില്ല. പിന്നെ ഒരുപാട് ഉപ്പ് കൂടിപ്പോരുത്. കൂടിക്കഴിഞ്ഞാൽ പിന്നെ തോട് മുട്ടയിൽ നിന്ന് പീൽ ചെയ്ത് കളയാനും പാടായിരിക്കും. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഒരു 10-15 മിനിറ്റ് ചൂടാക്കണം. മുട്ട വേവുമ്പോഴത്തേക്കും നമുക്ക് സവാള, ഇഞ്ചി, പച്ചമുളക് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കാം. എന്നിട്ട് ടൊമാറ്റോ ഇടുന്നെങ്കിൽ ടൊമാറ്റോയും അരിഞ്ഞു വയ്ക്കണം. ആദ്യമായിട്ട് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടാകുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കടുക് ഇടുക. ഞാനിവിടെ കടുക് ഇടുന്നില്ല, കാരണം അതത്ര ഇഷ്ടമില്ല. പിന്നെ കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും വറ്റൽമുളക് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കണം. ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കാണ് ഞാൻ സവാള ഇടുന്നത്. ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഒരു വേറെ ടേസ്റ്റ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇഞ്ചി ഏകദേശം പരുവായിട്ടുണ്ട്, ചെറിയൊരു ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. സവാള ചേർത്ത് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ വേവിക്കണം. ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട്. ഉപ്പിട്ട് ഇനി നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് തീ ചെറുതാക്കി വെച്ച് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വയ്ക്കുക. 2 മിനിറ്റ് കഴിയുമ്പോൾ അത് ലിഡ് മാറ്റിയിട്ട് കുറച്ച് തീ കൂട്ടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഒരുപാട് ബ്രൗൺ ആവണ്ട, എങ്കിലും ഒന്ന് കുഴഞ്ഞെടുക്കുക. ഉള്ളി ഇപ്പോൾ ഏകദേശം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി അതൊരു 1/4 ടീസ്പൂൺ ഇടുന്നുണ്ട്. വേണമെങ്കിൽ എരി കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇടുന്നുണ്ട്. പൊടിയെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ കുറയ്ക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. തീ കുറച്ചില്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. സ്റ്റീൽ പാൻ ആയതുകൊണ്ട് ചൂട് കൂടിയിട്ട് പെട്ടെന്ന് അടി പിടിക്കും. എന്നിട്ട് ഈ സമയത്ത് നമുക്ക് ടൊമാറ്റോ ഇടാം. ടൊമാറ്റോ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അടച്ച് വെച്ച് വേവിക്കുമ്പോഴത്തേക്കും ടൊമാറ്റോ നന്നായിട്ട് അതിനകത്ത് ഗ്രേവിയുടെ കൂടെ സോഫ്റ്റായിട്ട് നന്നായിട്ട് ചേരും, കുഴഞ്ഞു വരും. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഗ്രേവി ഏകദേശം റെഡി ആയിട്ടുണ്ട്. വെള്ളം കൂടുതലാണെങ്കിൽ കുറച്ച് നേരം കൂടെ ഒരു ഹൈ ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുക്കുക. ഇനി നമുക്ക് പേസ്ട്രി ഷീറ്റ് എടുക്കാം.
2 പേസ്ട്രി ഷീറ്റ് എടുത്തിട്ട് 4ആയിട്ട് കട്ട് ചെയ്യുക. നമ്മൾ ഫ്രീസറിൽ വെച്ചിരിക്കുകയാണെങ്കിൽ നേരത്തെ പേസ്ട്രി ഷീറ്റ് കുറച്ചെടുത്ത് പുറത്ത് വെച്ചേക്കണം. എന്നിട്ട് മുട്ട പീൽ ചെയ്തെടുക്കുക. ഉപ്പിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പീൽ ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഓരോ മുട്ടയും 2ആയിട്ട് കട്ട് ചെയ്ത് വയ്ക്കണം. ഞാനിപ്പോൾ ഒരു പേസ്ട്രി ഷീറ്റ് എടുത്ത് 4ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് വലിയ പഫ്സ് വേണമെങ്കിൽ ഒരു ഷീറ്റ് 2ആയിട്ട് കട്ട് ചെയ്താലും മതി. ഞാനിപ്പോൾ ഒന്ന് 4ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ ഓരോന്നിലും ഓരോ മുട്ടയുടെ ഒരു പാർട്ട് വയ്ക്കുകയാണ്. ഓരോ മുട്ട ഇങ്ങനെ വെച്ചിട്ട് ഓരോന്നിലും വയ്ക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ഗ്രേവി ഒഴിക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഗ്രേവി തണുത്തതിന് ശേഷമാണ് വെക്കേണ്ടത്. അല്ലെങ്കിൽ ഈ പേസ്ട്രി വളരെ ലൈറ്റായിട്ടുള്ളതാണ്, അപ്പോൾ അതങ്ങ് അലിഞ്ഞു പോകും. അതുകൊണ്ട് ഗ്രേവി തണുത്തതിന് ശേഷം മുട്ടയുടെ പുറത്ത് വയ്ക്കുക. ഇനി ഇഷ്ടമുള്ള അത്രയും വയ്ക്കാം. വലിപ്പം അനുസരിച്ച്, ഷീറ്റിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് വയ്ക്കാം. എന്നിട്ട് 4 സൈഡിൽ നിന്നും ഓരോ ഷീറ്റ് ഫോൾഡ് ചെയ്ത് നല്ലൊരു ഷേപ്പാക്കി വയ്ക്കാം. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ്, ഏത് ഷേപ്പിൽ വേണമെങ്കിൽ വയ്ക്കാം. ഏറ്റവും കംഫർട്ടബിൾ എന്ന് വെച്ചാൽ 4 സൈഡിൽ നിന്ന് ഇങ്ങനെ സാധാരണ കാണുന്ന ആ ഷേപ്പിൽ വയ്ക്കുന്നതാണ്. ഇതെല്ലാം ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു ബേക്കിംഗ് പാനിലെടുത്ത് ബേക്കിംഗ് പേപ്പർ എടുത്തിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഓവനിൽ വെച്ചാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 150 ഡിഗ്രി വെച്ചിട്ട് ഒരു 15-20 മിനിറ്റിൽ വേവിച്ചെടുക്കുക. ഫാൻ ഗ്രിൽ മോഡിലാണ് വെക്കുന്നത്. ടൈമർ സെറ്റ് ചെയ്ത് 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും റെഡി ആയിട്ടിരിക്കും. വളരെ ടേസ്റ്റാണ്. പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എരിയും ഉപ്പും ഒക്കെ ആവശ്യത്തിന് ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ട് റെഡി ആയിട്ടിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ മൊത്തം കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ എൻ്റെ സൈറ്റിലും നിങ്ങളെല്ലാവരും കയറി കാണണം. വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു.